നമസ്കാരം. ജയറാം എയറിലാണ്. എബ്രഹാം ഓസ്ലർ എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് വലിയ തിരിച്ചുവരവ് നടത്തിയ ജയറാം പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് ഭാഷകളിലൊക്കെ പോയി സൈഡ് റോളും നായകൻ്റെ പിന്നിലെ റോളുകളും ഒക്കെ ചെയ്ത് കോമാളി വേഷം കെട്ടുന്നു എന്നുള്ള വിമർശനം ജയറാമിനെതിരെ ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അതിൽ പൊന്നിയിൻ സെൽവൻ എന്നുള്ള ചിത്രത്തിലേക്ക് നമ്പി എന്ന ക്യാരക്ടറായിട്ട് വന്നപ്പോഴേക്കും അത് അത്യാവശ്യം നല്ല മികച്ച കഥാപാത്രം തന്നെയായിരുന്നു. ജയറാം അത് മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ ജയറാമിനെ പോലൊരു താരം എന്തിനാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ചെറിയ വേഷങ്ങൾ, അതും ഒരു തരത്തിലും അദ്ദേഹത്തിന് കേരളത്തിലുള്ള ഒരു സ്റ്റാർഡം ഇല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഈ വേഷങ്ങൾ ചെയ്യുന്നതെന്നുള്ള ചോദ്യം വളരെ രീതിയിൽ പരക്കെ ഉയരുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ രാംചരൺ ചിത്രമായ ഗെയിം ചേഞ്ചറിൽ പോലും ഒരു കോമാളി വേഷമായിരുന്നു ജയറാമിന് കിട്ടിയിരുന്നത്. ജയറാമിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശം വേഷങ്ങളിൽ ഒന്നായിരുന്നു ആ ചിത്രത്തിലേത്. ആ ചിത്രം റിലീസിന് മുമ്പ് ജയറാം പറഞ്ഞിരുന്നത് അത് വളരെ കോമഡി നിറഞ്ഞ കഥാപാത്രമാണ്, അത് ഗംഭീര കഥാപാത്രമാണെന്നാണ്. പക്ഷേ മലയാളികൾ നെഞ്ചിലേറ്റിയ ജയറാം അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുമ്പോഴേക്കും ഒട്ടും രസിക്കാൻ മലയാളികൾക്ക് സാധിക്കില്ല. കാരണം അത്രയും മോശം ക്യാരക്ടറൈസേഷൻ ആയിരുന്നു, അത്രയും വീക്ക് റൈറ്റിംഗ് ആയിരുന്നു ആ കഥാപാത്രത്തിന് കൊടുത്തിരുന്നത്. കാണിക്കുന്ന ഗോഷ്ഠികൾ, ചേഷ്ടകളൊന്നും തന്നെ ജയറാമിന് ഒട്ടും പുൾ ഓഫ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മലയാളികളെ വെറുപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ കഥാപാത്രം ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് സൂര്യ ചിത്രം റെട്രോയിലാണ്. റെട്രോയുടെ പോസ്റ്ററിൽ സൂര്യയ്ക്ക് പിന്നിലായി, സൂര്യയ്ക്ക് ഒരു സെറ്റ് ആളുകൾ പിന്നിലുണ്ട്, അതിനും പിന്നിലായിട്ടാണ് ജയറാം നിൽക്കുന്നത്. എന്തിനാണ് ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ ജയറാം ചെയ്യുന്നതെന്ന് ചോദ്യം വരുന്നുണ്ടായിരുന്നു. എന്തായാലും കാർത്തിക് സുബ്രാജിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇന്റർവ്യൂവിൽ കാർത്തിക് സുബ്രാജ് പറയുന്നൊരു കാര്യമുണ്ട്. ആ റോളിന് വേണ്ടി, ആ കഥാപാത്രത്തിന് വേണ്ടി ആദ്യം സമീപിച്ചിരുന്നത് വടിവേലുവിനെയാണ്, പിന്നെയാണ് അത് ജയറാമിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഇതുകൂടി കേട്ടപ്പോഴേക്കും മലയാളികൾക്ക് ചെറുതായിട്ടൊന്നും അല്ല കൊണ്ടത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. വടിവേലു മോശം നടനായതുകൊണ്ടോ വടിവേലുവിന് അത് ചെയ്യാൻ കഴിയുമില്ല എന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല, സ്റ്റാർഡം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ജയറാം എന്ന് പറയുന്നത് മലയാളികൾക്കിടയിൽ ഒരു സ്റ്റാർ മെറ്റീരിയൽ തന്നെയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം തുടങ്ങിയ താരങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് മലയാള സിനിമയിലെ സ്റ്റാർ മെറ്റീരിയലുകൾ തന്നെയാണ്. ഇപ്പോഴും ജയറാമിൻ്റെ സ്റ്റാർഡം എങ്ങും പോയിട്ടില്ല എന്ന് വിളിച്ചോതുന്നതായിരുന്നു എബ്രഹാം ഓസ്ലറിൻ്റെ വിജയവും. അങ്ങനെ ചെയ്യുന്ന മലയാളത്തിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നായക നടൻ മറ്റു സ്ഥലത്തേക്ക് പോയി ഒരു സഹനടൻ്റെ വേഷം കൈകാര്യം ചെയ്യുന്നതിൻ്റെ അവസ്ഥ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ഘട്ടങ്ങൾ കാര്യങ്ങളാണ് ഉയരുന്നത്. ഒന്ന്, ജയറാമിന് സിനിമയിന്മേലുള്ള അത്രമാത്രം സ്നേഹം കൊണ്ടാണോ, അല്ലെങ്കിൽ കാശിന് വേണ്ടിയിട്ടാണോ? ഈ രണ്ട് ചോദ്യങ്ങളുമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഉയരുമ്പോഴാണ് വടിവേലുവിന് വെച്ചിരുന്ന കഥാപാത്രം ജയറാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അതൊരു കോമഡി ക്യാരക്ടറാണോ എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നത്. പക്ഷേ വടിവേലു തന്നെ ട്രാക്ക് മാറി മാമൻ എന്ന ചിത്രത്തിലൂടെ അതിഗംഭീര വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സാധാരണയായി നമ്മൾ പ്രേക്ഷകർ കാണുന്നത് വടിവേലുവിനെ ഒരു കോമഡി കഥാപാത്രമായിട്ടാണ്. അവിടെ നിന്നും മാറി ജയറാമിനെ പോലൊരു വ്യക്തി അവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു കോമഡി അല്ലെങ്കിൽ അതിലും താഴെയായിട്ടൊരു ചളി കോമാളി കഥാപാത്രമായി മാറുമോ എന്നുള്ള ടെൻഷനാണ് ഇതിൽ പ്രധാനമായും ഉയരുന്നത്. അത് നമുക്ക് പ്രേക്ഷകരെ കുറ്റം പറയാനും സാധിക്കില്ല. കാരണം ഗെയിം ചേഞ്ചർ പോലെ ഒരു ചിത്രം നമുക്ക് മുന്നിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഉദാഹരണമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയറാമിനെ പോലെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരം എന്ത് കാര്യത്തിനാണ് ഇതുപോലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു ചോദ്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. റെട്രോ എന്ന സിനിമ ഒരു മാസ് ഗാങ്സ്റ്റർ പടം മാത്രമല്ല, അതൊരു കോമഡി റൊമാൻറ്റിക് ചിത്രമാണെന്നത് കാർത്തിക് സുബ്രാജ് ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ ആ കോമഡി ഹോൾഡ് ചെയ്യുന്നത് ജയറാം ആണോ എന്നൊരു ചോദ്യമാണ്. അത്യാവശ്യം നല്ല കോമഡി ആണെങ്കിൽ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കും. പക്ഷേ സ്വയമേ ഒരു കോമാളിത്തരം കാണിക്കുന്ന കഥാപാത്രമാണെങ്കിൽ, ജയറാം കോമാളിയാണെന്നല്ല, കോമാളിത്തരം കാണിക്കുന്ന കഥാപാത്രമാണ് ജയറാം ചെയ്യുന്നതെങ്കിൽ അത് മലയാളി പ്രേക്ഷകർക്ക് ചെറുതായിട്ടൊന്നും അല്ല കൊള്ളുന്നത്. അതിന് ഏറ്റവും വലിയ വിമർശനങ്ങൾ ഉയർത്തിയ ഒരു ചിത്രവും കൂടിയായിരുന്നു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ജയറാം ഇതുപോലുള്ള ചിത്രങ്ങൾ ചെയ്യുന്നത് എന്നൊരു ചോദ്യം നാലുപാടിൽ നിന്നും ഉയരുമ്പോഴേക്കും അതിനുള്ള മറുപടി വളരെ പ്രസക്തമായി വേണമെന്നാണ്. മലയാളത്തിൽ നിന്നും അങ്ങനെയുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ജയറാം പറയുന്നതെങ്കിൽ ജയറാമിന് വേണ്ടി കാത്തിരിക്കുന്ന ഒട്ടനവധി തിരക്കഥാകൃത്തുകൾ ഇപ്പോഴുമുണ്ട് എന്നുള്ള വാസ്തവം കൂടി ഓർമ്മിപ്പിക്കട്ടെ.